പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ കരുണയുടെ തിരുമണിക്കൂറിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ സ്നേഹവും കരുണയും അനുഭവിക്കുവാനായിട്ട് ഈ ദീപികാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ദൈവം തൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് സമർത്ഥമായിട്ട് നൽകുകയാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് സമൃദ്ധിയായിട്ട് നൽകുന്ന നിമിഷങ്ങളാണ്. ഈ ദീപികാരുണ്യത്തിൽ നിന്ന് ഈശോയുടെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. കരുണയായി സ്നേഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ ഈ നിമിഷങ്ങളിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. പ്രിയമുള്ളവരെ, തൻ്റെ ദൈവീകത ഒരു കാര്യമായി പരിഗണിക്കാതെ ദൈവപുത്രനായ ക്രിസ്തുനാഥൻ ഈ ലോകത്തിലേക്ക് തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കരുണ നമുക്ക് നൽകുവാനായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. എന്നാൽ ഈശോയുടെ ജീവിതത്തിലും പിതാവിൻ്റെ കരുണ സമൃദ്ധിയായിട്ട് സ്വീകരിച്ച നിമിഷങ്ങളുണ്ട്. അവിടുന്ന് ദൈവവും മനുഷ്യനുമായിരുന്നെങ്കിലും തൻ്റെ പീഡാനുഭവ രഹസ്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഗെത്സമേൻ തോട്ടത്തിൽ മുതൽ കർത്താവിൻ്റെ ഉയർപ്പ് വരെയുള്ള ആ തീവ്രമായ വേദനകളുടെ നിമിഷത്തിൽ കർത്താവ് തൻ്റെ ഹിതമെല്ലാം ത്യജിച്ചുകൊണ്ട് പിതാവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 39-ാം വചനവും 42 വചനവുമൊക്കെ കർത്താവ് എത്രമാത്രം മാനുഷികമായിട്ട് തീവ്ര വേദനകൾ അനുഭവിച്ചു, പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് സ്വയം വിട്ടുകൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഗെത്സമേൻ തോട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു എന്ന ഒരു മനുഷ്യനെയാണ്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളെ യേശു നേരിട്ടത് ദൈവിക ശക്തി ഉപയോഗിച്ചാണ്. യേശു ചെയ്ത ഓരോ അത്ഭുതവും രോഗസൗഖ്യങ്ങളുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. മറ്റു ചില സാഹചര്യങ്ങളെ യേശു നേരിട്ടത് വെറും മനുഷ്യനെന്ന നിലയിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യേശു ദൈവീക ശക്തി ഉപയോഗിച്ചില്ല. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ പീഡാനുഭവ യാത്രയിലെ അനുഭവങ്ങൾ മുഴുവൻ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിലാണ് അവൻ പീഡകളെയും വേദനകളെയുമൊക്കെ അഭിമുഖീകരിച്ചത്. ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്കിടയിൽ ഈശോ ദുഃഖിക്കുവാനും അസ്വസ്ഥനാകുവാനുമായിട്ട് തുടങ്ങുകയാണ്. തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നുവെന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. അതീവ ദുഃഖത്താൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ആവട്ടെ. പിതാവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് 42-ാം വചനത്തിൽ കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ല എങ്കിൽ
അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. ഈശോയുടെ ഒന്നാമത്തെ പ്രാർത്ഥന, പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്നത് പിതാവിൻ്റെ കാതുകളിൽ എത്തിയെങ്കിലും അതവൻ്റെ പീഡാസഹനവും കുരിശുമരണവും എല്ലാം മാറ്റിത്തരണമേ എന്നായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന പിതാവ് കേട്ടില്ല. ആ പ്രാർത്ഥന പിതാവിൻ്റെ ഹിതത്തിനെതിരായിരുന്നു. യേശു ആ പാനപാത്രം കുടിക്കണമെന്നതായിരുന്നു പിതാവിൻ്റെ ഹിതം. വീണ്ടും രണ്ടാമതും ഈശോ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. പാനപാത്രം മാറ്റിത്തരണമേ എന്നല്ല, ഈ പാനപാത്രം ഞാൻ കുടിക്കുന്ന കാര്യത്തിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നായിരുന്നു ഈശോയുടെ രണ്ടാമത്തെ പ്രാർത്ഥന. സഹനവും മരണവും ഏറ്റെടുക്കുവാൻ താൻ റെഡിയാണെന്ന് അവൻ വ്യക്തമാക്കി. ഈ പ്രാർത്ഥന പിതാവായ ദൈവം കേട്ടു. യേശുവിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ അയക്കപ്പെട്ടു. സഹനങ്ങൾ മാറ്റിത്തരണമേ എന്നാണ് പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ വേദന മാറ്റിത്തരണമേ, എൻ്റെ രോഗം സൗഖ്യമാക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റണമേ എന്നൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ചു പോവുക. പ്രിയമുള്ളവരെ, സഹനങ്ങൾ മാറ്റിത്തരണമേ എന്നതാണ് നാം പലപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലതൊക്കെ നമ്മൾ സഹിക്കണമെന്നത് ദൈവഹിതമാണ്. ആ സഹനത്തെ എതിർക്കാതെ അതിനെ സ്വീകരിക്കുകയും അതിലൂടെ വീഴാതെ കടന്നു പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കടമ. അപ്പോഴാണ് കൃപയും അഭിഷേകവുമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവിക ഹിതം നിറവേറ്റിയപ്പോൾ അവൾ ദൈവകൃപ നിറഞ്ഞവളായിട്ട് മാറി. ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രാർത്ഥനകൾ മാറ്റി ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചാൽ, ദൈവ കരുണയിൽ ആശ്രയിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ളവയായി മാറും. അതുപോലെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യും. ദൈവകരുണയിൽ ആശ്രയിച്ച് ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അവന് ഉത്തരം കിട്ടി. പക്ഷേ ചോദിച്ചത് നൽകുകയല്ല, പിതാവ് ആഗ്രഹിച്ചതുപോലെ ആ പാനപാത്രം കുടിക്കുവാനുള്ള ശക്തി ദൈവം അവന് നൽകുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അതേപടി കിട്ടിയില്ലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ പോകുവാനുള്ള ശക്തി പ്രാർത്ഥന വഴി നമുക്ക് കിട്ടും. അതിനാൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും വെറുതെയാവില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കുന്നവയാവും. വേദനയുടെയും ആധിക്യത്തിലും ഈശോ രക്തം വിയർത്തു. അത്രയും കഠിനമായ വേദന നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഈശോ ഇങ്ങനെ കഠിനമായ വേദനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാർ തളർന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നിട്ടും മാനുഷികമായ എല്ലാ വിഷമങ്ങളും വേദനകളും തളർച്ചയുമൊക്കെ അനുഭവിച്ചവരായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. ദൈവം പോലും എന്നെ കൈവിട്ടുവെന്ന് നാം ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോവുക സ്വാഭാവികമാണ്. പ്രിയമുള്ളവരെ, വേദനകളിൽ നിന്ന് ഓടിയകലാതെ വേദനകളെ അതിജീവിക്കുവാൻ ശക്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഈ സഹനങ്ങളെ, ഈ വിഷമതകളെ, ഈ രോഗങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് അങ്ങേ ശക്തി എനിക്ക് നൽകണമേ എന്ന്. പ്രിയമുള്ളവരെ, സഹനങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവഹിതം നാം അന്വേഷിക്കാറുണ്ടോ? അതോ സ്വാർത്ഥതയോടെ എല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് നാം പ്രാർത്ഥിച്ചു പോവുകയാണോ?
സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാറുണ്ടോ? സഹനങ്ങളെ നാം വെറുക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, സഹനങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അത് സ്വീകരിക്കാതെ വരുമ്പോൾ നാം ഭഗ്നാശരായി തീരുകയും ചെയ്യാറുണ്ടോ എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ദൈവ കരുണയിൽ ആശ്രയിച്ച് നാം സഹനത്തെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സഹനങ്ങൾ സഹിക്കുവാനുള്ള വലിയ ശക്തി, ദൈവീക പരിപാലന, ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മെ മുന്നോട്ട് നയിക്കും. പ്രത്യേകമായിട്ട് ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം കർത്താവിൻ്റെ ഹിതമനുസരിച്ചുള്ളവ ആയിത്തീരട്ടെ. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവ കൃപ നമ്മളിലേക്ക് ഒഴുകുക. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവവേദ്യമായിട്ട് മാറുക. കർത്താവ് നമ്മെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നത് നമ്മൾ അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ഈ കരുണയുടെ തിരുമണിക്കൂറിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വേദനകൾ മാറിപ്പോകട്ടെ, മുറിവുകൾ ഉണങ്ങട്ടെ. കർത്താവിൻ്റെ ഹിതമനുസരിക്കുവാനുള്ള വലിയ ദൈവീക കൃപ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്കും അവരുടെ കുടുംബത്തിലേക്കുമൊക്കെ ദൈവം ശക്തിയായിട്ട്, കൃപയായിട്ട്, അഭിഷേകമായിട്ട് ലഭ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാം. നമ്മുടെ ജീവിതം കർത്താവിന് പ്രീതികരമായി തീരുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മെയും നമ്മളായിരിക്കുന്ന അവസ്ഥയും കർത്താവിന് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,